രാഷ്ട്രീയത്തിലും സമ്പദ് വ്യവസ്ഥയിലും നിർണായക സ്വാധീനം ചെലുത്തുന്ന ശക്തിയായി റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അതിവേഗം വളരുകയാണ്. ചരിത്രപരവും രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമായ അനേകം കാരണങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളെയും തന്ത്രപരമായ ഒരു പങ്കാളിത്തത്തിലേക്ക് നയിച്ചത്. പാശ്ചാത്യ ശക്തികൾക്ക്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഒരു ബദൽ ശക്തിയായി ഉയർന്നു വരുന്ന ഈ കൂട്ടുകെട്ട് ഭാവിയിലെ ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നാണ് ഭൗമരാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത്. സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ റഷ്യയും ചൈനയും തമ്മിൽ സങ്കീർണമായ ബന്ധമാണ് ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി രൂപപ്പെട്ട സൗഹൃദം പിന്നീട് ശീതയുദ്ധകാലത്ത് പലപ്പോഴും പിരിമുറുക്കങ്ങളിലൂടെ കടന്നുപോയിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തങ്ങളുടെ ബന്ധം പുനർനിർമ്മിക്കുകയും പുതിയ ലോകക്രമത്തിൽ ഒരു പൊതുശത്രുവിനെ അമേരിക്കൻ ആധിപത്യം നേരിടാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ രാജ്യങ്ങൾക്കും അമേരിക്കയുടെ ഏകധ്രുവ ലോകം ഒരുപോലെ വെല്ലുവിളിയായിരുന്നു. ഇത് അവരെ പരസ്പരം അടുപ്പിച്ചു. 21ാം നൂറ്റാണ്ടിൽ ഈ ബന്ധം കൂടുതൽ ദൃഢമായി. വ്യാപാരം, ഊർജം, സൈനിക സഹകരണം, സാങ്കേതിക വിദ്യ, ബഹിരാകാശം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തന്ത്രപരമായ പങ്കാളിത്തം വികസിപ്പിച്ചു. യുക്രൈൻ സംഘർഷത്തിന് ശേഷം റഷ്യയ്ക്ക് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട ഒറ്റപ്പെടൽ ചൈനയുമായുള്ള റഷ്യയുടെ ബന്ധത്തിന് കൂടുതൽ ഊർജം പകർന്നു. റഷ്യയുടെ എണ്ണയും വാതകവും വാങ്ങാൻ പാശ്ചാത്യ രാജ്യങ്ങൾ വിസമ്മതിച്ചപ്പോൾ ചൈന പ്രധാന ഉപഭോക്താവായി മാറി. ഇത് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു വലിയ താങ്ങായി തന്നെയാണ് മാറിയിരുന്നത്. റഷ്യയും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം അതിവേഗം വളരുകയാണ്. ചൈന റഷ്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒരാളായി മാറിയിരിക്കുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ, പ്രകൃതിവാതകം തുടങ്ങിയ ഊർജ സ്രോതസ്സുകളുടെ പ്രധാന ഉപഭോക്താക്കളാണ് ചൈന. സൈബീരിയയിൽ നിന്ന് ചൈനയിലേക്കുള്ള പവർ ഓഫ് സൈബീരിയ പോലുള്ള വൻകിട പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതികൾ ഈ ഊർജ സഹകരണത്തിന്റെ പ്രതീകങ്ങളാണ്. റഷ്യക്ക് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനും യൂറോപ്പിനുള്ള ആശ്രയത്വം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് റഷ്യ ഒരു വലിയ വിപണിയാണ്. പാശ്ചാത്യ ഉപരോധങ്ങൾ കാരണം റഷ്യൻ വിപണിയിൽ നിന്ന് പിൻവാങ്ങിയ യൂറോപ്യൻ, അമേരിക്കൻ കമ്പനികളുടെ സ്ഥാനം ചൈനീസ് ഉൽപ്പന്നങ്ങൾ കൈയടക്കി. ഇത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഒരു പുതിയ വിപണി കണ്ടെത്താനും അവരുടെ സാമ്പത്തിക വളർച്ച നിലനിർത്താനും സഹായിച്ചു. 2023 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം റെക്കോർഡ് ഉയരത്തിലായിരുന്നു. ഈ സാമ്പത്തിക സഹകരണം ഇരു രാജ്യങ്ങൾക്കും പരസ്പര പൂരകമാണ്. റഷ്യക്ക് തങ്ങളുടെ പ്രകൃതി വിഭവങ്ങൾക്ക് വലിയൊരു വിപണി ലഭിക്കുമ്പോൾ ചൈനയ്ക്ക് തങ്ങളുടെ വ്യവസായ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണിയും സുരക്ഷിതമായ ഊർജ്ജ സ്രോതസ്സുകളും ലഭിക്കുന്നു. റഷ്യ ചൈന ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ ഭാഗമായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. ടിയാൻജിനിൽ നടക്കാനിരിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വിദേശകാര്യമന്ത്രിമാരുടെ കൗൺസിൽ സമ്മേളനത്തിന് മുന്നോടിയായാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്ത സഹകരണവും നിലവിലുള്ള ആഗോള വെല്ലുവിളികളും ചർച്ച ചെയ്തതായി റഷ്യയിലെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുടെയും സമഗ്ര പങ്കാളിത്തത്തിന്റെ പുരോഗതിയിലും വരാനിരിക്കുന്ന SCO യോഗത്തിലെ അജണ്ടയിലും ഇരു മന്ത്രിമാരും സംതൃപ്തി രേഖപ്പെടുത്തി. ഇത് ഷാങ്ഹായ് സഹകരണ സംഘടന പോലുള്ള പ്രാദേശിക കൂട്ടായ്മകളിൽ ഇരു രാജ്യങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന സ്വാധീനം എടുത്തു കാണിക്കുന്നുണ്ട്. അമേരിക്കയുമായുള്ള ബന്ധം, UN ചാർട്ടിന് അനുസൃതമായി യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള സാധ്യതകൾ എന്നിവയെക്കുറിച്ച് ലാവ്റോവും വാങ്ങും ചർച്ച ചെയ്തു. കൊറിയൻ ഉപദ്വീപിലെയും ഇസ്രായേൽ ഇറാൻ മേഖലയിലെയും സംഘർഷങ്ങളും കൂടിക്കാഴ്ചയിൽ വിഷയമായി. ഈ ചർച്ചകൾ സൂചിപ്പിക്കുന്നത് ആഗോള വിഷയങ്ങളിൽ തങ്ങളുടെ പൊതുവായ നിലപാടുകൾ രൂപീകരിക്കാനും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടുകൾക്ക് ബദലുകൾ കണ്ടെത്താനും ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നു എന്നാണ്. യുക്രൈൻ വിഷയത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ ശ്രമങ്ങളെ ചൈന പിന്തുണച്ചിട്ടില്ല. അതുപോലെ തായ്വാൻ വിഷയത്തിൽ ചൈനയ്ക്ക് റഷ്യയുടെ പിന്തുണയുമുണ്ട്. കഴിഞ്ഞ മെയ് മാസത്തിൽ റഷ്യയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഉണ്ടാക്കിയ കരാറുകൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഉന്നത നയതന്ത്രജ്ഞർ വിശദമായ ചർച്ചകൾ ചെയ്തിരുന്നു. കേരളത്തിലെ പ്രധാന രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും സ്ഥിരതയുള്ളതും പക്വതയുള്ളതും തന്ത്രപരമായി വിലപ്പെട്ടതുമാണ് റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറങ്ങിയ പ്രസ്താവനയിൽ വാങ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇത് പാശ്ചാത്യ മാധ്യമങ്ങൾ റഷ്യ ചൈന ബന്ധത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ്. ഈ വർഷം ആദ്യം പുടിനും ഷിയും തമ്മിൽ ഉണ്ടാക്കിയ സമവായം സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിൽ റഷ്യൻ നയതന്ത്രജ്ഞനുമായുള്ള അടുത്ത ബന്ധം പ്രധാനമാണെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. ഭാവിയിലെ ഉന്നതതല യോഗങ്ങൾക്ക് സംയുക്തമായി തയ്യാറെടുക്കുക, തന്ത്രപരമായ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക
ഇരു രാജ്യങ്ങളുടെയും വികസനം പ്രോത്സാഹിപ്പിക്കുക, പ്രക്ഷുബ്ധവും മാറിക്കൊണ്ടിരിക്കുന്നതുമായ ലോകം ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് സംയുക്തമായി പ്രതികരിക്കുക എന്നിവയാണ് നിലവിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിഷയങ്ങളെന്നും വാങ് പറഞ്ഞതായി മന്ത്രാലയം ഉദ്ധരിച്ചു. ഇത് കേവലം ഒരു സാമ്പത്തിക ബന്ധമല്ല, മറിച്ച് ദീർഘകാല തന്ത്രപരമായ സഹകരണത്തിലൂടെ ഒരു ബഹുധ്രുവ ലോകം കെട്ടിപ്പടുക്കാനുള്ള ഒരു സംയുക്ത ശ്രമമാണ് എന്നാണ് വ്യക്തമാകുന്നത്. സാമ്പത്തിക ബന്ധത്തിന് പുറമെ റഷ്യയും ചൈനയും തമ്മിലുള്ള സൈനിക സഹകരണവും വർദ്ധിച്ചു വരികയാണ്. സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തെ വെല്ലുവിളിക്കുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഈ കൂട്ടുകെട്ട് ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. UN സുരക്ഷാ കൗൺസിലിൽ ഇരു രാജ്യങ്ങളും പലപ്പോഴും സമാനമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഷാങ്ഹായ് സഹകരണ സംഘടന, ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകളിലൂടെ റഷ്യയും ചൈനയും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ഈ കൂട്ടായ്മകൾക്ക് പുതിയ അംഗങ്ങളെ ചേർക്കുന്നത് പാശ്ചാത്യ കേന്ദ്രീകൃത ലോകക്രമത്തിന് ഒരു ബദൽ ഉണ്ടാക്കാനുള്ള ശ്രമമായി പലരും കാണുന്നുണ്ട്. റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഇന്ന് ലോകരാഷ്ട്രത്തിലെ ഒരു പ്രധാന പ്രതിഭാസമാണ്. ചരിത്രപരമായ പരിണാമങ്ങൾ, രാഷ്ട്രീയപരമായ താൽപര്യങ്ങൾ, സാമ്പത്തികപരമായ ആവശ്യകതകൾ എന്നിവ ഈ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്നു.